കൊച്ചിയിലെ ആഡംബര ഹോട്ടലിലെ ലഹരിവേട്ടയിൽ ഡോക്ടറടക്കം പിടിയിലായ സംഭവത്തിൽ അന്വേഷണം ക്രൂയിസ് പാർട്ടിയിലേക്കും. അറസ്റ്റിലായ ഇവന്റ് മാനേജ്മെന്റ് ഉടമ ഷോൺ ശനിയാഴ്ച കൊച്ചിയിൽ ക്രൂയിസ് പാർട്ടി നടത്തിയിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി AT അശ്വതി ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. അശ്വതി, ഈ ക്രൂയിസ് പാർട്ടിയിലേക്കും ലഹരി എത്തിയിട്ടുണ്ടാവുമോ? അങ്ങനെയാണോ പോലീസ് സംശയിക്കുന്നത്? തീർച്ചയായും മായ, അത്തരത്തിലുള്ള ഒരു സംശയമാണ് ഉള്ളത്. ഇത് സംബന്ധിച്ചിട്ടുള്ള അന്വേഷണങ്ങൾ പുരോഗമിക്കുകയാണ്. മാത്രമല്ല, ഈ ലഹരി എത്തിയത് വിദേശത്ത് നിന്നാണ് എന്ന സൂചന കൂടി ലഭിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് എവിടെ നിന്നാണ്, വേറെ എങ്ങോട്ടെങ്കിലും സമാനമായ രീതിയിൽ വലിയ ഒഴുക്കുണ്ടോ, സ്ഥിരമായിട്ട് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇവന്റ് മാനേജ്മെന്റ് നടത്തിയിട്ടുള്ളത് ഷോൺ എന്നയാളാണ്. ഇയാൾ ഇതിനു മുൻപും ഇത്തരത്തിലുള്ള ലഹരി പാർട്ടികൾ നടത്തിയിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇതിനു മുൻപ് ഒരു തവണ പിടിവീഴാനായിട്ട് ഇരുന്നതാണ്. അപ്പോൾ അയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. പക്ഷെ അതിനുശേഷം ഇയാൾ മറ്റ് രീതിയിലേക്ക് ഇയാളുടെ ഒരു പ്രവർത്തനം കേന്ദ്രീകരിച്ചുള്ള നിരീക്ഷണങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ പിടികൂടിയ ലഹരി പദാർത്ഥങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. ഹൈബ്രിഡ് കഞ്ചാവും അതുപോലെ തന്നെ കൊക്കൈൻ, മെത്താഫെറ്റാമിൻ അടക്കമുള്ള വളരെ വില കൂടിയ അല്ലെങ്കിൽ ഏറ്റവും ഗുരുതരമായിട്ടുള്ള ലഹരി ഉൽപ്പന്നങ്ങളാണ് ഇന്നലെ ഇവരിൽ നിന്നൊക്കെ പിടിച്ചെടുക്കാനും സാധിച്ചിട്ടുള്ളത്. എന്തായാലും ഇത് സംബന്ധിച്ചിട്ടുള്ള അന്വേഷണങ്ങൾ പുരോഗമിക്കുകയാണ്. ഈ ലഹരിയുടെ സോഴ്സ് അത് എവിടെ നിന്ന് വരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് കണ്ടെത്താൻ ശ്രമിക്കുന്നത്. മാത്രമല്ല, ഈ ക്രൂയിസ് പാർട്ടിയിലേക്കും ഇത് വ്യാപിച്ചിട്ടുണ്ട്, സമാനമായ രീതിയിൽ ക്രൂയിസ് പാർട്ടികൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യങ്ങൾ കൂടി മനസ്സിലാകുന്നു. അത്തരത്തിലുള്ള അന്വേഷണങ്ങളും പുരോഗമിക്കുകയാണ് മായ.